അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് SIയുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ കോടതിയിലേക്ക്. സ്റ്റേഷനകത്ത് വെച്ച് SI ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് ഓട്ടോ ഡ്രൈവർ സിബീഷിന്റെ പരാതി. വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സ്റ്റേഷനിലെത്തിയവരുടെ സ്വകാര്യത നഷ്ടപ്പെടുമെന്നായിരുന്നു പോലീസിന്റെ മറുപടി. അപ്പോൾ എന്നെ മർദ്ദിച്ച സംഭവം തെളിയിക്കേണ്ട ബാധ്യത എനിക്കാണല്ലോ. അപ്പോൾ അതിന്റെ CCTV ദൃശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ വിവരാവകാശ നിയമപ്രകാരം അങ്കമാലി പോലീസിൽ അപേക്ഷ അയച്ചിട്ട് അതിന് മറുപടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ വരുന്ന മറ്റു ആവശ്യങ്ങൾക്ക് വരുന്ന വ്യക്തികളുടെ സ്വകാര്യതയ്ക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങൾ തരാൻ ആവില്ലാത്രേ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ സുതാര്യമായിരിക്കണമല്ലോ. അപ്പോൾ അതിലെന്ത് സ്വകാര്യതയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ കോടതി വഴി സമീപിക്കുകയാണ്. ഇനിയിപ്പോൾ അതേ എനിക്ക് ലക്ഷ്യമുള്ളൂ, മാർഗമുള്ളൂ. എപ്പോഴായിരുന്നു താങ്കളെ മർദ്ദിച്ചത്? എന്നെ ജൂലൈ 6-ാം തീയതി രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു സ്ഥലത്ത് സംഭവം ഉണ്ടായത് ഞാൻ കണ്ടു. അതിലൊരാൾ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് PR വിളിച്ചിട്ട് ജൂലൈ 6-ാം തീയതി 10:30 പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഞാൻ അതിൻ്റെ പ്രകാരം ഞാൻ രാവിലെ 10:30 എന്ന് ഏകദേശം ഒരു 10:45 ചോദ്യം ചെയ്യാൻ വേണ്ടി എന്നെ അകത്ത് കയറ്റിയപ്പോൾ സംഭവത്തിൽ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കി രണ്ട് ആൾക്കാരെ മാറ്റി നിർത്തുകൊണ്ട് അദ്ദേഹം എന്നോട് ആദ്യം കടന്നു പോകാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി എന്നെ കൊരുക്കിനെ പിടിച്ച് ചുമരിനോട് ചേർത്ത് നിർത്തി കഴുത്തിലിടിക്കുകയായിരുന്നു. കഴുത്തിലിടിച്ചതിന് ശേഷം എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെ, എനിക്ക് 3 പെൺകുട്ടികളാണ്, എൻ്റെ അമ്മേനെയും പെണ്ണുങ്ങളെയൊക്കെ പുള്ളി വളരെ അനാവശ്യമായിട്ട് കൂടെ വന്ന് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അനാവശ്യം പറയും, എന്നെ കൊണ്ട് അകത്തിരുത്തുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ ശേഷം ആ 2 വ്യക്തികൾ പരാതി പരിഹരിച്ച ശേഷം എന്നെ വിളിച്ചിട്ട് ആ ഓപ്പൺ ഏരിയയിൽ പാറാവാര ഇരിക്കുന്ന ഏരിയയിൽ വെച്ചിട്ട് പുള്ളി എൻ്റെ വലത് കാലുമ്പോൾ ബൂട്ടിട്ട് കയറി ചവിട്ടി ഞെരിച്ചിട്ട് കുറേ അസഭ്യം പറഞ്ഞിട്ട് നെഞ്ചിൽ ആഞ്ഞിടിക്കായിരുന്നു പുള്ളി. എന്നിട്ട് പിന്നെ തള്ളി വിട്ടിട്ട് അവിടെ ഇരുന്ന PR സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇവൻ ഇതിനെതിരെ പരാതിക്ക് പോകണമെങ്കിൽ ഇവനെതിരെ കള്ളക്കേസ് എടുക്കണം, ഇവനെതിരെ കേസ് എടുക്കണം, കള്ളക്കേസുള്ള കേസെടുത്ത് അകത്ത് കൂട്ടണം. അതിലാണ് എനിക്ക് അതിനുശേഷം പല ഭാഗത്തുനിന്നും ഞാൻ ഈ പരാതിയായിട്ട് SP മാഡത്തിൻ്റെ അടുത്ത് പോയതിന് ശേഷം പല വഴിയിൽ നിന്നും ഞാൻ അറിയുന്ന ആളുകൾ, രാഷ്ട്രീയക്കാർ, അങ്ങനെ നമ്മുടെ ലോക്കൽ സുഹൃത്തുക്കളെയൊക്കെ വെച്ച് ഇത് ഒത്തുതീർക്കാൻ വേണ്ടി വളരെ സമ്മർദ്ദമുണ്ട്. ഞാനിത് പറഞ്ഞു തീരില്ല എന്ന് പറയുമ്പോൾ അവരെന്നെ പറയാണ് സൂക്ഷിക്കണം, നിനക്ക് ഇത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ജൂലൈ 6-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ആരായിരുന്നു SI? ആരായിരുന്നു? SI പ്രദീപ് കുമാർ, ഇവിടുത്തെ പ്രിൻസിപ്പൽ SI ആണ് പ്രദീപ് കുമാർ. എന്തായാലും നിയമ പോരാട്ടം തുടരും. ഞാൻ 2 മാസമായിട്ട് നിയമ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് പോലീസിൻ്റെതായതുകൊണ്ട് പയ്യനെ മെല്ലെ പോകണേ. നിങ്ങൾ ഈ 4 പേരുടെ പേര് മാത്രം, ഫോട്ടോയും മാത്രം കാണിച്ചാൽ പോരാ, അവരേത് സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്നും കൂടെ ജനം അറിയേണ്ടതായിട്ടുണ്ട്. ഈ 353-ാം വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ പൊതുസേവകനെ തന്റെ കർത്തവ്യം നിർവഹിക്കുന്നതിൽ നിന്നും തടയുന്നു എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് മറയാക്കി തിരിച്ച് ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ളവനെ ജയിലിൽ കൊണ്ടുപോവുക, അറസ്റ്റ് ചെയ്യുക, റിമാൻഡ് ചെയ്യിപ്പിക്കുക, ജയിലിൽ കൊണ്ട് ബാക്കി മർദ്ദനമേൽപ്പിക്കുക. ഇത് പരമ്പരാഗതമായിട്ട് പോലീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു വരുന്ന ഒരു പ്രൊവിഷനാണ്.